ഇന്ത്യക്ക് വലിയ സർപ്രൈസ് ഒരുക്കി ഇസ്രയേൽ ഛത്രപതി ശിവജിയുടെ കൂറ്റൻ പ്രതിമ തങ്ങളുടെ രാജ്യത്ത് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നു. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധങ്ങൾക്ക് കൂടുതൽ കരുത്തേകുന്ന തീരുമാനവുമായി ഇസ്രയേൽ തങ്ങളുടെ രാജ്യത്ത് ഛത്രപതി ശിവജി മഹാരാജിന്റെ കൂറ്റൻ പ്രതിമ സ്ഥാപിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മറാത്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ശിവജിയുടെ പ്രതിമ ഇസ്രയേലിൽ സ്ഥാപിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചത് ഇസ്രയേലിന്റെ മുംബൈ കോൺസുലേറ്റ് ജനറലാണ്. ഇന്ത്യയിലെ ജൂത വിഭാഗമായ ബെനെ ഇസ്രയേലികളും മറാത്ത സാമ്രാജ്യവും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധത്തിന്റെ സ്മരണയ്ക്കായാണ് ഇത്തരമൊരു പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്. ഇസ്രയേലിന്റെ ഈ നീക്കത്തെ ചരിത്രപരവും അഭിമാനകരവുമായ തീരുമാനമെന്നാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വിശേഷിപ്പിച്ചത്. ശിവജിയുടെ പട്ടാഭിഷേക വാർഷിക ദിനമായ ശിവരാജ്യാഭിഷേക ദിനത്തോടനുബന്ധിച്ചാണ് അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിക്കുന്നതിനായുള്ള പ്രഖ്യാപനം ഇസ്രയേലിന്റെ മുംബൈ കോൺസുലേറ്റ് ജനറൽ നടത്തിയത്. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഭരണാധികാരികളിലൊന്നായ ഛത്രപതി ശിവജിയെ ആദരിക്കുന്നതിനൊപ്പം ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ജനകീയ ബന്ധങ്ങൾക്ക് പുതിയ മാനങ്ങൾ നൽകുന്നതാണ് ശിവജിയുടെ പ്രതിമ ഇസ്രയേലിൽ സ്ഥാപിക്കുന്ന പദ്ധതിയെന്ന് മുംബൈയിലെ ഇസ്രയേൽ കോൺസൽ ജനറൽ യാനീവ് റെവാച്ച് പറഞ്ഞു. ഇന്ത്യയിൽ നിർമ്മിച്ച ശേഷം ശിവജിയുടെ പ്രതിമ ഇസ്രയേലിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ പ്രധാന നഗരങ്ങളിലൊന്നിൽ സ്ഥാപിക്കാനാണ് നിലവിൽ പദ്ധതിയിട്ടിരിക്കുന്നത്. ശിവജി മഹാരാജിന്റെ പൈതൃകത്തിനും ചരിത്ര പ്രാധാന്യത്തിനും യോജിച്ച രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രതിമ ഒരുക്കുന്നതിനായി മഹാരാഷ്ട്ര സർക്കാരിന്റെ സഹകരണം ഇസ്രായേൽ തേടിയിട്ടുണ്ട്. ചരിത്രപരമായ വിവരങ്ങളും കലാപരമായ നിർദ്ദേശങ്ങളും രൂപകൽപ്പനാ സഹായവും നൽകാൻ മഹാരാഷ്ട്ര സർക്കാർ തയ്യാറാണെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് അറിയിച്ചുവെന്നും കോൺസൽ ജനറൽ വ്യക്തമാക്കി. ഇന്ത്യയിലെ ജൂത സമൂഹങ്ങൾ, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലെ ജൂത സമൂഹങ്ങൾക്ക് ഇന്ത്യ നൽകിയ പിന്തുണയുടെയും ബന്ധത്തിന്റെയും പ്രതീകമായി ശിവജിയുടെ പ്രതിമ മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയും ജൂത സമൂഹവും തമ്മിലുള്ള ബന്ധം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ജൂതർ പീഡനങ്ങളും വിവേചനങ്ങളും നേരിട്ടിരുന്ന കാലഘട്ടങ്ങളിൽ പോലും ഇന്ത്യ അവരെ സ്വീകരിക്കുകയും അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കാൻ അവസരം നൽകുകയും ചെയ്തു. ഇന്ത്യയിലെത്തിയ ജൂത സമൂഹങ്ങൾ തദ്ദേശീയ ഭാഷയും സംസ്കാരവും സ്വീകരിച്ചെങ്കിലും തങ്ങളുടെ മതപരമായ വ്യക്തിത്വം നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിലാണ് ബെനെ ഇസ്രായേൽ സമൂഹത്തിന്റെ ചരിത്രം ശ്രദ്ധേയമാകുന്നത്. മഹാരാഷ്ട്രയിലെ കൊങ്കൺ മേഖലയിലാണ് ഇവർ പ്രധാനമായും സ്ഥിരതാമസമാക്കിയത്. മറാത്ത ഭാഷ സംസാരിച്ചിരുന്ന ഇവർ പ്രാദേശിക സമൂഹത്തിന്റെ ഭാഗമായി തീർന്നെങ്കിലും ജൂതവിശ്വാസങ്ങളും ആചാരങ്ങളും തലമുറകളായി അവർ കാത്തുസൂക്ഷിച്ചു. മറാത്ത സൈന്യത്തിലും നാവികസേനയിലും ബെനെ ഇസ്രായേൽ വിഭാഗത്തിൽപ്പെട്ട നിരവധി പേർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിലും ബെനെ ഇസ്രായേൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ന് ബെനെ ഇസ്രായേൽ സമൂഹത്തിലെ വലിയൊരു വിഭാഗം തങ്ങളുടെ മാതൃരാജ്യമായ ഇസ്രായേലിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഇന്ത്യയുമായും പ്രത്യേകിച്ച് മഹാരാഷ്ട്രയുമായും തങ്ങൾക്കുണ്ടായിരുന്ന ചരിത്രബന്ധത്തിന്റെ പ്രതീകമായാണ് അവിടെ സ്ഥാപിക്കാനൊരുങ്ങുന്ന ശിവജി പ്രതിമയെ അവർ കാണുന്നത്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും അടയാളമായി ഈ സ്മാരകം മാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ബെനെ ഇസ്രായേൽ സമൂഹത്തിന്റെ ചരിത്രത്തോടൊപ്പം അവരുടെ പ്രാദേശിക പേരും ശ്രദ്ധേയമാണ്. മഹാരാഷ്ട്രയിൽ ഇവർ ശനിവാർ തേലി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. എണ്ണയാട്ടു തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന ഇവർ ജൂത വിശ്വാസപ്രകാരം ശനിയാഴ്ച വിശുദ്ധ ദിനമായ സാബത്ത് ആചരിച്ചിരുന്നതിനാൽ അന്നേ ദിവസം ജോലി ചെയ്തിരുന്നില്ല. അതിനാലാണ് ശനിയാഴ്ച ജോലി ചെയ്യാത്ത തേലികൾ എന്ന അർത്ഥത്തിൽ ശനിവാർ തേലി എന്ന പേര് അവർക്ക് ലഭിച്ചത്. മതപരമായ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രാദേശിക സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയ ബെനെ ഇസ്രായേൽ സമൂഹത്തിന്റെ ചരിത്രത്തിനും ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിനും പുതിയ വെളിച്ചം പകരുന്നതാണ് ഇസ്രയേലിൽ സ്ഥാപിക്കാനൊരുങ്ങുന്ന ശിവജി പ്രതിമ. വാർത്തയുടെ നിറം തേടി തനിനിറം.